ഈ മുതലക്കൊണ്ട് യു പി സ്കൂളിൽ പഠിപ്പിക്കുന്ന ദാമോദരൻ മാഷ് അറിയോ? എന്താ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല, ഒന്ന് കാണാനാ വെറുതെ. എവിടെ വീട്? എന്റെ വീടോ? ഇതിന്റെ പുറകിൽ തന്നെയാ. അല്ല, ദാമോദരൻ മാഷ്ട വീട്. ദാമോദരൻ മാഷ വീടോ? ഇന്ന് എന്താ ആഴ്ച? ആഴ്ച ഇന്ന് നാട്ടിൽ നിന്ന് കാലത്ത് പുറപ്പെടുമ്പോ ഞായറാഴ്ചയായിരുന്നു. കിളത്താൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഇവിടെ ചെലവാക്കണ്ട കേട്ടോ. താൻ എവിടത്തുകാരനാ? അല്ല, ഞാൻ ഞാൻ ഇവിടെ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ദാമോദരൻ മാഷ് കണാരന്റെ ചായക്കടയേക്കാണ്. അതുകൊണ്ട് ആഴ്ച ചോദിച്ചു. ഇപ്പൊ മനസ്സിലായോ? ഇവിടത്തെ മുറുക്കാങ്കടക്കാർ വരെ വില്ലന്മാരാണോ? എന്താ എന്താ എന്താ? അല്ല, ഇവിടെ ഒരുപാട് വില്ലന്മാരുണ്ടല്ലേ? അധികമൊന്നുമില്ല. 1 കിലോമീറ്റർ പോയാൽ അവിടെ കൊല്ലന്മാരുടെ ഒരു വീടുണ്ട്. കൊല്ലന്മാരല്ല, വില്ലന്മാര്. ആരാ ദാമോദരൻ മാഷ്? ഞാനാ. ആരാ മനസ്സിലായില്ലല്ലോ? ചായക്കടന്ന് പറഞ്ഞ മാഷ് ഇവിടെ കാണുന്നു. മൂന്നാം മാഷും ഞാനും ഒരുമിച്ചൊരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചിരുന്നവരാ. ആ ട്യൂട്ടോറിയൽ ഇതുവരെ പൊളിഞ്ഞില്ലേ? പൊളിഞ്ഞിട്ടില്ല, പക്ഷെ ഉടനെ പൊളിയും. കഴിഞ്ഞ തവണ കണ്ടപ്പോ അമ്മാവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, പരിപാടി നിർത്തിയിട്ട് വല്ല മുറുക്കാങ്കട വരെ തുടങ്ങിക്കോളാൻ. ആ മാഷ് പറഞ്ഞു. അപ്പൊ എന്താ വിശേഷിച്ച്? അത് മൂന്നാം മാഷ് ഒരു കത്ത് തന്നിട്ടുണ്ട്. അയ്യോ, വല്ല അപകടവും? ഒരു കുഴപ്പമില്ല, നമുക്ക് അവിടെ മാറി നിൽക്കാം. നിങ്ങൾ കഴിച്ചോളൂ, എന്നെ കാത്തുകണ്ട. ശരി. അപ്പോ സാറ് ചാർജ് എടുത്തില്ലേ? എന്നെ സാറെ ഒന്നും വിളിക്കണ്ട. അത് സാറ് പറയരുത്. എന്തായാലും സാറ് എസ് ഐ അല്ലേ? വില്ലന്മാര് കേട്ട പ്രശ്നം ഉണ്ടാവും. ശരി, വന്നാട്ടെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ഇപ്പൊ നാട്ടിലാണെന്ന് മൂന്നാം മാഷ് ഞാൻ വിചാരിച്ചു ആളുകൾ എന്നെ പിടിക്കാൻ പറ്റാം. ഇതൊരു വഴിയാ. സാറിന് നല്ല ധൈര്യം ഉണ്ടല്ലേ? അത് ഈ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാ. അല്ല, ഈ ആളുകൾ ഇപ്പൊ എങ്ങോട്ടാ ഓടുന്നത്? മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവ് ബോധമില്ലാതെ ഇപ്പോഴും ആശുപത്രി കിടക്കുക. ആരാണ് അയാളെ തല്ലിയതെന്ന് ആർക്കും അറിഞ്ഞൂടാ. അറിയാഞ്ഞിട്ടല്ല, അറിഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണോ അതോ അനന്തൻ നായരാണോ എന്ന് എനിക്കിതുവരെ പിടികിട്ടിട്ടില്ല. അപ്പോ അനന്തൻ നായരെ സോപ്പിട്ട് കൂടിയാ മതിയല്ലേ? ഒന്നും പേടിക്കാനില്ല. അറിയാഞ്ഞിട്ട് ചോദിക്കുക. നാട്ടിലുള്ള അക്രമികളുടെയും കൊലപാതകികളുടെയും പാദസേവ ചെയ്യാൻ വേണ്ടിയാണോ സർക്കാർ സാറിനെ ട്രെയിനിങ് കഴിപ്പിച്ച് ഇങ്ങോട്ട് അയച്ചത്? മാഷേ, മഹാത്മജിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന എന്നെ എല്ലാരും കൂടെ പിടിച്ചു കെട്ടിക്കൊണ്ട് നിർബന്ധിച്ചായി ഗതിയിലാക്കിയത്. വീട്ടിൽ വിരുന്നുകാർ വരുമ്പോ അമ്മ ചിലപ്പോ കോഴിയെ വെട്ടിക്കൊല്ലാറുണ്ട്. ആ കോഴിച്ചോര കണ്ട ഒരാഴ്ച ഞാൻ പനിച്ചു കിടക്കും. ഓ, എപ്പോഴെങ്കിലും കോഴി ഇറച്ചി തിന്നിട്ടുണ്ടോ? ധാരാളം. അപ്പോ തിന്നുമ്പോ അഹിംസാവാദമില്ലല്ലേ? തിന്നുമ്പോഴുണ്ട്, പക്ഷേ ഇറച്ചി ഇങ്ങനെ മസാലയുടെ കൂടെ വെന്ത് വരുമ്പോ ഉണ്ടാകുന്ന ആ മണം കേൾക്കുമ്പോ അറിയാണ്ട് തിന്നുപോകും. സാറ് കിടക്കാൻ നോക്ക്. അക്രമികൾക്ക് കുടപിടിക്കുന്ന പോലീസുകാർ രാജിവെച്ചൊഴിയുക. ബാലിനെ ആക്രമിച്ചവർ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. വോട്ടുതണ്ടികൾ മാത്രമായ രാഷ്ട്രീയക്കാരെ ഒറ്റപ്പെടുത്തുക. ബാലിനെ ആക്രമിച്ചവർ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായുസം. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാർ,
നാരായണൻ സാർ, പോലീസിനെതിരെ അറ്റൻഡുകൾ മുദ്രാവാക്യം വിളിക്കുന്നത് 10-25 പേരുണ്ട്. ഇന്നത് നിസ്സാരമായി തള്ളിയാൽ നാളെ അവരുടെ എണ്ണം കൂടിയെന്ന് വരും. എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്യണം. ശരി. ബാലനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യുക. മുതലാളിത്തത്തിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക. ബാലനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യുക. ഓടിക്കോ. ഞങ്ങൾ പാവങ്ങളാണ്, തല്ലല്ലോ. നിന്റെ ഒരു ഓട്ടം, നിന്റെ ഒരു എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങടാ. ഇങ്ങോട്ട് നാടാ നാടേടാ ഇങ്ങോട്ട്. ഞങ്ങള് ജാഥ കാണാൻ നിന്നതാ. എസ് ഐ ആണെന്ന് പറയാ, അല്ലെങ്കിൽ ഉറപ്പായിട്ട് തലയിട്ട് വേണോ? പറയണോ? ഞാൻ എസ് ഐ ആണ്. എന്താ പുള്ളി എസ് ഐ ആണെന്ന് പറയാ. ഏതാടാ എസ് ഐ? നീയാടാ എസ് ഐ? നോക്കുന്നടാ. എന്തോന്നാ ഇതൊക്കെ? സമാധാനപരമായി മുദ്രാവാക്യം വിളിച്ച് നീങ്ങിയ ജാഥയെ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ആക്രമിച്ചത്? പോലീസിന് ഇവർ തെരുവിളിച്ചു. അതിലെന്താ തെറ്റ്? ബാലനെ ആക്രമിച്ചവരാരും നിങ്ങൾ അന്വേഷിച്ചോ? അവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? പാവപ്പെട്ട എന്റെ നാട്ടുകാരുടെ മേൽ കുതിര കയറാൻ പോലീസിനെ ഞാൻ അനുവദിക്കില്ല. എല്ലാരും വിട്ടേച്ചേക്കണം. സാർ, അത് വിട്ടില്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഇവരുടെ മേലധികാരികളെ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ ചാർജ് എടുക്കാനിരുന്ന എസ് ഐക്ക് ന്യൂമോണിയ ആണെന്ന് കേട്ടു. എസ് ഐ വന്നാലുടൻ വേണ്ട നടപടി എടുക്കാം. ആര് തന്നെ വന്നാലും ഇവിടെ എന്താണ് സംഭവിക്കാന്ന് ഞങ്ങൾക്ക് അറിയാം. എല്ലാരെയും വിടുകയല്ലേ? പോലീസിനെ ചീത്ത വിളിച്ചാലേ കയ്യും കെട്ടി നോക്കിയിരിക്കല്ല. എല്ലാരും പോണം. മനസ്സിലായില്ലല്ലോ. മുതലക്കുണ്ടുകാരനല്ല അല്ലേ? അതെ. അല്ല, അതെ, അല്ല, ഞാൻ വസൂരിക്ക് കുത്തുവയ്ക്കാൻ വന്നാ. അതിനോട് വസൂരി ഇല്ലല്ലോ. അല്ല, ചിലപ്പോ എവിടെയെങ്കിലും കാണാതിരിക്കോ? അതെ, ഞങ്ങൾ വരട്ടെ. ആളുകളെ ചിന്താക്കുഴപ്പത്തിൽ കൊണ്ടുവന്ന് അടിക്കാൻ ആനന്ദൻ നായരും എടുക്കണ. എതിർക്കുന്നവരെ വശത്താക്കാൻ ആനന്ദൻ നായരുടെ കയ്യിൽ ഒരുപാട് തന്ത്രങ്ങളുണ്ട്. പക്ഷേ ആളുകൾ ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഈ സ്ഥിതിക്ക് ഞാൻ ചാർജ് എടുത്താ ഞാൻ ആപ്പിലായിപ്പോ. അക്രമികളെ പിടിച്ചില്ലെങ്കിൽ നാട്ടുകാർ കൊല്ലും. വല്ലവനെയും പിടിക്കാൻ നോക്കി ആനന്ദൻ നായർ കൊല്ലും. ഏതായാലും മരണം ഉറപ്പാ. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭയങ്കരമാണ് മാഷേ ഇവിടുത്തെ സ്ഥിതി. അപ്പോ അഹിംസാവാദത്തിന്റെ പൊരുള് ഇപ്പൊ പിടികിട്ടി. തനിക്ക് പേടിയല്ലേ? ഏയ്, പേടിയൊന്നും എനിക്കില്ല. മതി, മനസ്സിലായി. നട്ടലിന് ഉറപ്പില്ലെങ്കിൽ പെട്ടെന്ന് സ്ഥലം വിട്ടോ. അതാ നല്ലത്. മാഷോടുള്ള സത്യം പറയാലോ, ഞാനേ ഒരല്പം പേടിയുള്ള കൂട്ടത്തിലാ. എന്നാ ഇപ്പൊ ചെയ്യാ? വീട്ടിൽ ചെന്ന അച്ഛൻ ഓടിക്കും, ട്യൂട്ടോറിയൽ ചെന്ന അച്ഛൻ അവിടെയും വരും. അപ്പോ ഒരു വഴിയുണ്ട്. എന്താ? തൂങ്ങി ചത്തോളൂ. അഡ്രസ് തന്നാൽ ശവം ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. മാഷെങ്കിലും എന്നോട് സ്വല്പം കരുണ കാണിക്കണം. ഞാൻ ചാർജ് എടുക്കുന്നില്ല. എന്റെ ഒരു സുഹൃത്ത് ബോംബെയിലുണ്ട്. എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ അവനോട് എഴുതി ചോദിച്ചു നോക്കട്ടെ. അതുവരെ മാത്രം മാഷ് എന്നെ ഇവിടെ നടക്കി വിടരുത്. പെണ്ണുങ്ങളെ പോലെ കിണുങ്ങാതെ. സബ് ഇൻസ്പെക്ടറാണ് വന്നേക്കുന്നത്. സമുദ്രോപരിതലത്തിലുള്ള ജലത്തിന്റെ ചലനമാണ് തിരമാലകൾ. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 71% ഭാഗവും ജലത്താൽ ആവൃതമാണ്. ഈ ജലമാണ് സമുദ്രം. തിരമാലകൾ, വേലിയേറ്റം, വേലിയിറക്കം, സമുദ്ര ജലപ്രവാഹങ്ങൾ എന്നിവ മനുഷ്യജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. ഈ തിരമാലകളാണ്. ആഹാ, ചേച്ചി വിളിച്ചില്ലാണ്ടാവുന്നത്. അതിന് വാസനെ പോലെ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ. പാമ്പിനും തേങ്ങൊന്നും അറിയില്ലല്ലോ ചേച്ചി വലിയ ആളാണെന്ന്. നീ ഒരു മിടുക്കനായ മട്ടുണ്ട്. അച്ഛനെവിടെ? ആരാ വാസുദേവ അവിടെ? ഞാനും അച്ഛ. ദേവയാനിയോ? എന്താ മോളെ ഈ രാത്രിയില്? ബസ് കേടായി വഴി കിടന്നു. അല്ല, വരുമെന്ന് എഴുതിയിരുന്നില്ലല്ലോ. വരാതിരിക്കാൻ പറ്റാതായി.
ട്യൂട്ടോറിയൽ എന്നേക്കുമായി അടച്ചുപൂട്ടി. സന്തോഷമുള്ള കാര്യമല്ലേ എഴുതിയറിയിക്കേണ്ടു. മറ്റെവിടെങ്കിലും ഒരു ജോലി തരാവോ എന്ന് നോക്കി. ശരിയായില്ല. അച്ഛന് അസുഖമൊന്നുമില്ലല്ലോ. അപ്പോ ചേച്ചിന് തിരിച്ചുമില്ല അല്ലേ? ഇല്ല. എങ്ങനാ ഇനി കഞ്ഞിവെള്ളം കുടിച്ച് കഴിയാ? പൊനഞ്ചോലിയിൽ കുറച്ച് നെല്ല് വിതച്ചിരുന്നു അച്ഛൻ എഴുതിയിരുന്നല്ലോ. നല്ല വിള കിട്ടോ? നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനത് അറിയിക്കാഞ്ഞതാ. ഒരു ദിവസം രാവിലെ എന്ന് നോക്കിയപ്പോ കതിര് വരാനായ ചെടികളെല്ലാം കിളച്ചു പറിച്ചിട്ടിരിക്കണു. ആരാച്ചാ ദ്രോഹം ചെയ്തത്? എനിക്കിപ്പോ അശേഷം ദൈവവിശ്വാസം ഇല്ലാണ്ടായിരിക്കണം മോളെ. നാട്ടുകാരെ മുഴുവൻ ദ്രോഹിച്ച് കിടക്കുന്ന ആ സർപ്പത്തെ ഒരു ദൈവം ഇതുവരെ ശിക്ഷിച്ചില്ലല്ലോ. അനന്തൻ നായരുടെ പക ഇനിയും തീർന്നില്ലേ? ദിവസം തോറും പ്രഭാവം കൂടിക്കൂടി വരികയല്ലേ. നാട്ടിൽ മുഴുവൻ കുണ്ടായിസക്കാര് വിളയാറില്ല. ആ, ഞാൻ ചോദിക്കാൻ വിട്ടു. എന്റെ കൂടെ പഠിപ്പിച്ചിരുന്നൊരു മാഷ് ഇവിടെ എസ് ആയി വന്നിട്ടുണ്ടെന്നറിഞ്ഞു. അച്ഛൻ കണ്ടോ? ഇവിടെ അങ്ങനെ ഒരാളും ഇല്ല. അച്ഛൻ അറിയാഞ്ഞിട്ടാവും. അദ്ദേഹം തന്നെ ഇവിടുത്തെ എസ് ആയി. ആവോ, എന്നോടാരും പറഞ്ഞില്ല. മോള് പോയി കുളിച്ചോളൂ. ഇവിടെ വെള്ളത്തിന് മാത്രമേ ക്ഷാമമില്ലാതുള്ളൂ. സാർ, എസ് ഐ അകത്തുണ്ടോ? പരാതി വല്ലതുണ്ടെങ്കിലേ എന്നോട് പറഞ്ഞാ മതി. പരാതി പറയാനല്ല, എസ് ഐ ഒന്ന് കാണണമായിരുന്നു. ഇവിടെ എസ് ഐയും കിസയും ഒന്നുമില്ല. ചാർജ് എടുക്കേണ്ട ആള് നിമോണിയ പിടിപെട്ട് കിടപ്പിലാണെന്ന് അറിവ്. ഓ, ഒരു മോഹൻദാസ് എന്നല്ലേ പേര്? എന്തോ ഒരു ദാസ് എന്നാ. എവിടെ നിന്ന് വരിക? ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളതാ. എസ് ഐ എങ്ങനെ അറിയാം? അത് വല്ല ഇടപാടും കാണുമായിരിക്കും. നമ്മുടെ ഗ്രാമത്തിൽ മാത്രം ജന്മിത്വത്തിന്റെ തോന്നിയാസങ്ങൾ എന്തുകൊണ്ട് പൂർണ്ണമായും അവസാനിച്ചില്ല? നമ്മൾ ഭീരുക്കളായതുകൊണ്ട്, നമ്മൾ സംഘടിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട്, ഉള്ള പലിശ കൊടുത്ത് അനന്തൻ നായരെ പോലുള്ളവരിൽ നിന്നും കടം വാങ്ങാൻ നമ്മൾ പലപ്പോഴും നിർബന്ധിതരായി തീരാറുണ്ട്. പലിശ കൊടുത്താൽ മാത്രം പോരാ, നമ്മുടെ വിളവെടുപ്പ് കൂടി നടത്തുന്നത് ഈ കൊള്ളക്കാരാണെന്ന് വരുന്നത് നാണക്കേടാണ്. ഈ നിശബ്ദതയ്ക്ക് കാരണം നമ്മൾ ഇപ്പോഴും അടിമത്തത്തിന്റെ രക്തമൊഴുകുന്നു എന്നുള്ളതാണ്. ന്യായമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് അനന്തൻ നായരെ പോലുള്ളവരെ ഭയം കാണുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് കർഷകരുടെ ഒരു സഹകരണ സംഘം തന്നെ കെട്ടിപ്പടുക്കാമെന്ന ആശയം ഉയർന്നു വന്നത്. നമ്മുടെ സമരം പോലീസിനെതിരെയല്ല, സർക്കാരിനെതിരെയല്ല, നമ്മളിൽ തന്നെയുള്ള അടിമത്ത ബോധത്തിനെതിരെയാണ്. നമ്മുടെ രക്തം കുടിക്കാൻ തക്കം പാർത്തു നിൽക്കുന്ന ചൂഷക വർഗത്തിനെതിരെയാണ്.